ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പം എല്ലാവരും ഇപ്പോൾ സദ്യയൊക്കെ കഴിച്ചിട്ടിരിക്കുമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു വിഷു? വീട്ടിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടാക്കിയത്? കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റും എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു ഐറ്റം ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന മഞ്ചാടിയും ചിലങ്കയും കൂടെ ചേർത്തിട്ടുള്ള മാലയാണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മാലയാണ്. അപ്പം എനിക്കിതിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് മാല ചെയ്ത് ഒരു വീഡിയോ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ അതാ ചെയ്തിരിക്കുന്നു. നമുക്ക് ലേറ്റ് ആക്കണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. ഇവനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഹീറോ എന്ന് പറയുന്നത്. ഇവനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുത്തതാണ്. അടുത്ത നമ്മുടെ ആളെന്ന് പറയുന്നത് ചിലങ്കമണിയാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരും കൂടെ വെച്ചുള്ളൊരു പരീക്ഷണമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ മഞ്ചാടിക്ക് ഹോൾ ഇടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ ഹോൾ ഇടാനായിട്ട് ഇതിന് കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. മിനി ഇലക്ട്രിക് ഡ്രില്ലർ, മാനുവൽ ഡ്രില്ലർ, അങ്ങനെ പല പല പേരിൽ ഇതിനുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൻ്റെ ഈ ഒരു സൂചിയാണ്. ഇതിൻ്റെ പേര് കൊട്ട സൂചി എന്ന് പറയും. പിന്നെ അതിനുശേഷം എടുത്തിരിക്കുന്ന സൂചി എന്ന് പറയും നമ്മുടെ ആരി ത്രെഡിൻ്റെ സൂചിയാണ് കേട്ടോ, ആരി വർക്കിന് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ടൈപ്പിലുള്ളൊരു സൂചിയും ഒരു കുഞ്ഞു ആണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വരെയാണ് നമുക്കിവിടെ വേണ്ടുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഇതുപോലുള്ള ഒരു ഐറ്റം, ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഈ ആണിയൊക്കെ മേടിക്കുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു മഞ്ചാടി എടുക്കണം. ഒരു മഞ്ചാടിക്കുരി എടുത്തതിന് ശേഷം ആ ഒരു ഹോളിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുന്നേ ഒരു നല്ലൊരു തടി നോക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ ഈ ഒരു ആരി വർക്കിന് യൂസ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു സൂചി വെച്ചിട്ട് അതിനകത്ത് ഹോളിട്ട് കൊടുക്കുമ്പം ഈ താഴത്തെ എൻഡിൽ നമ്മൾ മൊത്തത്തിൽ അടിച്ചിറക്കാൻ പാടില്ല. അപ്പോൾ ചെറിയൊരു കല്ലിൻ്റെ പൊട്ടുപോലൊരു സാധനം അവിടെ കാണും. അതായത് നമ്മൾ ആണി അടിച്ചിറക്കേണ്ട ആ ഒരു ചെറിയൊരു അടയാളം കാണും. അതിലേക്ക് നമ്മൾ വീണ്ടും പുറം ഭാഗം വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിലൊരു ഹോൾ വീഴും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് മഞ്ചാടിക്കുരിയിൽ ഹോളിടാൻ പഠിച്ചേ. ഇനി നമുക്ക് വേണ്ടുന്നതാണ്ട് ഇതേപോലുള്ളൊരു കറുത്ത പേള്, നല്ല ബ്ലാക്ക് പേളാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ എംബ്രോയ്ഡറിയുടെ ത്രെഡും പിന്നെ നമുക്കതിന് വേണ്ടിയിട്ട് ഇൻവിസിബിൾ ത്രെഡും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ഈ രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് വേണ്ടുന്ന മഞ്ചാടിക്കുരുകളും അതേപോലെ തന്നെ ബ്ലാക്ക് പേളുകളും ചിലങ്കമണികളും നമുക്ക് എടുത്തതിന് ശേഷം ഞാൻ ഇടുന്ന ഓർഡർ ഫസ്റ്റ് പേളിൻ്റെ ആ ഒരു ബീഡിടും. അതിട്ടതിന് ശേഷം ഞാൻ ഇടാൻ പോകുന്നത് ചിലങ്കമണിയാണ്. ചിലങ്കമണി ഇട്ട് കൊടുക്കും. വീണ്ടും ആ പേളിൻ്റെ സെയിം ആ ബ്ലാക്ക് കളറ് പേളിൻ്റെ മണി ഇട്ട് കൊടുക്കും. അതിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മഞ്ചാടിക്കുരു ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഓർഡറിലായിരിക്കും. മഞ്ചാടിക്കുരു ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തത് നമുക്ക് സെയിം ആ ഒരു പേളിൻ്റെ മണി ഇട്ട് കൊടുക്കാം. ഈ ബ്ലാക്ക് പേള് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പേള് തന്നെയാണ് കേട്ടോ കിട്ടിയത്. അതിൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് ഒരു മാല മീൻസ് ആ ഒരു സെറ്റിന് അറൗണ്ട് ഒരു 80 റുപ്പീസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് മഞ്ചാടിക്കുരു ഇട്ട് കൊടുക്കുന്നു, ബ്ലാക്ക് പേൾ ഇട്ട് കൊടുക്കുന്നു, വീണ്ടും ചിലങ്കമണി ഇട്ട് കൊടുക്കുന്നു, പിന്നെ അത് കണക്ക് തന്നെ ബ്ലാക്ക് പേൾ, മഞ്ചാടിക്കുരു ആ ഒരു ഓർഡറിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. ഈ മഞ്ചാടിക്കുരു ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഭയങ്കര എന്തെങ്കിലും തീ പിടിച്ച വിലയെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഭയങ്കര റേറ്റിങ്ങുള്ള സംഭവമാണ് കേട്ടോ. കുറേ തപ്പി നടന്നാണ് എനിക്ക് മഞ്ചാടിക്കുരു കിട്ടിയത്. അപ്പം നിങ്ങൾക്കൊക്കെ അവിടെയൊക്കെ അവൈലബിൾ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഏരിയയിലൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എനിക്കിത് കമൻറ്റ് ചെയ്യണേ. പണ്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടംമാതിരി മഞ്ചാടിക്കുരുകൾ വെച്ച് നമ്മൾ കളിക്കുമായിരുന്നു. പല പല കളികളൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് കിട്ടാനേ ഇല്ല. അപ്പോൾ ഞാൻ കുറേ തപ്പി നടന്നിട്ടാണ് എനിക്ക് മഞ്ചാടിക്കുരു എനിക്ക് കിട്ടിയത്. ഈ മഞ്ചാടിക്കുരു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. എനിക്കൊക്കെ എൻ്റെ കൊച്ചുനാളിൽ നമ്മൾ ഈ മഞ്ചാടിക്കുരുകളൊക്കെ വെച്ചിട്ട് കുറേ കളികളൊക്കെ ചെയ്യുമായിരുന്നു. ഈ ബോക്സ് പോലുള്ള ഒരു അച്ചു പോലൊരു സംഭവമുണ്ട്. അതൊക്കെ ഇപ്പം ഒന്നുമില്ല. അതിനകത്ത് നമ്മളിങ്ങനെ കുരു ഇട്ട് ഇങ്ങനെ എണ്ണ ഇട്ട് ഇങ്ങനെ കളിക്കുന്നൊരു കളി ഉണ്ടായിരുന്നു. അപ്പം 90s കിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓർമ്മ വരും കേട്ടോ. അപ്പം നമ്മളിത് ആ മാല കൊരുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ചിലങ്കമണി എന്ന് പറയുന്നത് 10 പീസാണ് കേട്ടോ. ആ 10 പീസാണ് ചിലങ്കമണി എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ ഇൻവിസിബിൾ ത്രെഡിനകത്താണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബ്ലാക്ക് ചെയിനിലും ബ്ലാക്ക് ത്രെഡിലും കുരുക്കാൻ. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്ന മഞ്ചാടിക്കുരുവിൻ്റെ ഹോളെന്ന് പറയുന്നത് ചെറുതായതുകൊണ്ട് തന്നെ ഇൻവിസിബിൾ ത്രെഡിനാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ലൂപ്പ് ചെയിൻ വെച്ചിട്ട്
വെച്ചിട്ട് നല്ല രീതിയിൽ അത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അതാണ്ട് ഈ ഒരു ത്രെഡിലോട്ട് അതിനെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് വലിയ ഒന്നുമുള്ള പരിപാടിയല്ല. അത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കവിടെ വേണ്ടുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ ഇത് വെച്ചിട്ട് നല്ലതുപോലെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ഫിക്സിങ്ങിലായിരിക്കും നമ്മുടെ ആ ഒരു മാലയുടെ വെയിറ്റ് ഫുള്ള് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്ത് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ എന്താ ഇവിടെ അതും ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന ആ ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ എൻഡ് നമുക്ക് എടുത്തിട്ട് സെയിം ആ മാലയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് കുരുത്ത് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഇനി നമുക്കിതിനെ ബാക്കിൽ നമുക്കിപ്പോൾ ഒരു ലുക്ക് ചെയിൻ നമുക്കിതിനകത്ത് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നതാണ് ഈ ബ്ലാക്ക് കളറിലെ ഒരു ബീഡ്സാണ് കേട്ടോ. ഈ ബ്ലാക്ക് കളറിലെ ബീഡ്സ് തന്നെ നമ്മൾ അതിനകത്തോട്ട് 2 എൻഡ്സും ഇതേപോലെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇരുന്നോളും കേട്ടോ. അപ്പം ഞാൻ ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു 99% നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും മാലകൾ വെറൈറ്റീസ് ആയിട്ടുള്ള മാലകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് ഞാൻ ആ ഒരു മാല വീഡിയോ ചെയ്യുന്നതായിരിക്കും, മാലയുടെ റിലേറ്റഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.